അള്ളാഹു തന്ന ശരീരം, അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തന്ന ആരോഗ്യം, അള്ളാഹു തന്ന മക്കൾ, അള്ളാഹു എന്തെല്ലാം നമുക്ക് അനുഗ്രഹങ്ങളായി തന്നിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? ആ ഉപയോഗിക്കുന്ന നേരത്ത് നിങ്ങൾ അദ്ദാറൽ ആഖിറ, സ്വർഗത്തിലെത്താൻ, ആഖിറത്തിൽ വിജയിക്കാൻ കൊതിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കിക്കാണേണ്ടത്. ഈ അനുഗ്രഹങ്ങളെ ഉപയോഗിച്ചിട്ട് സ്വർഗം വാങ്ങാൻ നമുക്ക് കഴിയണം. അതാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ നരകമാണോ കിട്ടിപ്പോകുക എന്ന പേടി എപ്പോഴും ഒരു മുഅ്മിനിന് ഉണ്ടാവണം. ഒരു മുഅ്മിനിന് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പേടിയാണ്, ഞാൻ അത്യാവശ്യം സാമ്പത്തികമായ കഴിവുള്ള ആളാണ്, ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടുമോ അല്ല നരകത്തിൽ പെട്ടുപോകുമോ? എന്റെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാണ്, നല്ല ബുദ്ധിശാലികളാണവർ, പക്വത ഉള്ളവരാണ്. ഈ മക്കളെ നേർവഴിയിൽ എത്തിക്കാത്തതിന്റെ പേരിൽ എനിക്ക് നരകം കിട്ടിപ്പോകുമോ? ഈ മക്കളെ നേർവഴിയിലേക്ക് എത്തിച്ച് സ്വർഗമല്ലേ എനിക്ക് കിട്ടേണ്ടത്? ഈ ശങ്കാശങ്കയാണ്, ഒരു പേടിയും പ്രതീക്ഷയുമാണ് ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടതെന്ന് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാം. ഇങ്ങനെ അള്ളാഹു നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാൻ കഴിയണം.